ചിന്നമ്മ അടികള്ളിച്ചെല്ലമ്മ തിരുവള്ളിക്കാവിൽ ഗജവീരന്മാരായിരം. സെറ്റ് അല്ലേ? നീ മെനക്കെട്ടിരിക്കുന്നല്ല കണ്ട. ഇതാണ് സ്നേഹിച്ചാലുള്ള ഗുണം. കണ്ട സെറ്റ് ആയിട്ട് വന്നു. അതല്ലെങ്കിലും ഞാൻ സെറ്റായിട്ട് എപ്പോഴും തരാറുള്ളേ. അല്ലെങ്കിൽ നീ സെറ്റ് ആയിട്ട് തരാറ്. എടുക്കാത്തത് പ്ലേറ്റ് എടുക്കാത്തത്? ഏത് പ്ലേറ്റ്? ആ പ്ലേറ്റ് നീ എടുത്തതാ. വേണ്ട ഞാൻ എടുത്തോളാം. വലിയ പ്ലേറ്റ് എടുക്കാത്തത് അതാണ് ചേട്ടൻ. എനിക്കിത് അതെയാ? മക്കളെ കഴിച്ചു തുടങ്ങിയ? കഴിച്ചു തുടങ്ങില്ല, നേരത്തേക്ക് വന്നു ഞാൻ. ചൂട് ദോശ, മുട്ടക്കറി സെറ്റ്. എന്ത് പറയുന്നു? പ്ലേറ്റ് പ്ലേറ്റ്. അച്ഛൻ കഴിച്ചോ? എടി നീ ആ കാസറോളെങ്കിലും ഒന്ന് തുറക്ക പിങ്കി. ഒരു മണി എടുക്കൂലെന്ന് പറഞ്ഞ. തുറന്നാ മതിയാ? ആ ശരി. മതി മതി മതി. താങ്ക് യു. വെക്കട്ടെ മാമ? കൊണ്ടടി അന്തസ്സുള്ള പിള്ളേരുണ്ടാക്കിയണ്ട. അച്ഛാ കഴിയച്ചാ, ഒരെണ്ണം കൂടെ വാങ്ങിച്ച് കഴി. നല്ല ടേസ്റ്റ് ആണ്. ആ കഴിക്കുന്നതിന് മുമ്പ് എനിക്ക് എങ്ങനെ അറിയാം ടേസ്റ്റ് ആണ്? ഓ അത് രണ്ടുപേരും കൂടെ ചേർന്നല്ലേ ഉണ്ടാക്കി, അതുകൊണ്ടായിരിക്കും. ഓ അതുകൊണ്ട് തന്നെ ഇവളെന്തിനാ ചുമ്മാ തന്നെ ചൊറിയുന്നത്? രാവിലെ തൊട്ട് പറയണം ചൊറിയാണ്. നീ കഴി. അങ്ങോട്ട് വാങ്ങിച്ചു. കഴിക്കുന്നില്ലേ? നീ കഴിക്കുന്നില്ലേ? നിങ്ങൾ കഴിക്കുന്നുണ്ട്, ഞാൻ കഴിക്കും. പിന്നെ ഇങ്ങോട്ട് അങ്ങോട്ട് ആ പാത്രം നീക്ക്. മക്കളെ എണി എണി ഇങ്ങോട്ട് എണി. ഇങ്ങോട്ട് അടുത്തിട്ട് നീ അപ്പുറത്തല്ല പോയി പോ. അപ്പുറത്തിരുന്നാലും കാറ്റല്ലേ നിനക്ക് അവിടെ കാറ്റാ പോയി. ഇനി നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ തരാം. ഫ്ലൈറ്റ് ഒന്നും ഇല്ല. ഞാൻ എടുക്കായിരുന്നല്ല. വേണ്ട വേണ്ട, ഞാൻ എടുത്ത് തരും. ഞാൻ എടുത്ത് തരും. എനിക്ക് മുട്ട വേണ്ട. മുട്ട വേണ്ടേ? അല്ല കഴി. ഇല്ല മുട്ട വേണ്ട. അല്ല വേണ്ട വേണ്ട. അവിടെ കൊടുക്കാം. നീ എടുത്തു. കാണിക്കണ ഓരോ പ്രകടനം ഒന്നും കാണാനാണ് നമുക്ക് വയ്യാത്തേ. എടി നിനക്ക് എന്താ ദഹിക്കാത്തത്? ഇതൊക്കെ എന്താണ് നിന്റെ പ്രശ്നം? എനിക്കൊരു പ്രശ്നമില്ല. എന്താ ചേട്ടാ? കല്ല്. ചെറിയ കല്ല് എന്നല്ലേ? അത് സാരമില്ല. അത് തന്നെ ചെറിയ അങ്ങോട്ട്. പല്ല് വേനെടുത്താ? ഇല്ല, നാക്ക് വേനെടുത്ത്. നിന്റെ അടുത്ത് ചോദിച്ചാ എനിക്കും പറയാം. എന്താ ചേട്ടാ ഇത്? ആളെ പാമ്പറ ചേട്ടൻ കുഴപ്പമില്ലല്ലോ. കല്ല് തന്നെയല്ലേ ഇടയ്ക്കിടയ്ക്ക് വരും. ഓ എന്താടാ ഇത്? വലിയ കല്ല്. അതെന്താ ഒരു കല്ലല്ലേ? കല്ലല്ലേ എന്നാ? എന്റെ പല്ലിപ്പോ പൊട്ടിപ്പോയനല്ല. നോക്ക് മാണ കല്ലെടുത്ത് മുന്നത്. ചേട്ടൻ പറഞ്ഞിട്ടൊന്ന് ഞാൻ കല്ലെടുത്ത് മാവിന്റെ അകത്തിട്ടെന്ന്. അല്ല നീ കല്ലിട്ടല്ല, നീ ഇതിൽ കല്ല് പണിക്ക് പോയിട്ട് അവിടെ പറഞ്ഞത്. എന്താ ചേട്ടാ ഇങ്ങനെ ചൂടാവണത്? പിന്നെ ചൂടാവല്ല, പിന്നെ 2-3 കല്ല് കിട്ടാൻ പോ. വേണ്ട തറയപ്പോ പൊട്ടിയനെ. കല്ല് കമ്പി മറ്റുള്ള കഷ്ണമൊക്കെ കിടക്കണത് ദോശക്കകത്ത് ഉണ്ടാക്കണത്. അയ്യോ ചേട്ടാ വലിയ ആരോഗ്യമല്ലേ? ചേട്ടാ അവൻ കടിച്ചു പൊട്ടിക്കാത്തത്. എനിക്ക് ആരോഗ്യം ദൈവം തന്നിരിക്കുന്നത് കല്ല് കടിച്ച് തിന്നാനല്ല. നിനക്ക് അതായിരിക്കും ഇഷ്ടം. നീ കുറച്ച് കടിച്ച് തിന്നാത്തത്. പിന്നെ എനിക്ക് ദൈവം കൈ തന്നേക്കണം മാവിന്റെ അകത്ത് കല്ലിടാനായിരിക്കും. മാവിനകത്ത് കല്ല് നീട്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ? ശ്രദ്ധിക്കണമെന്നല്ലേ പറഞ്ഞോളൂ. അയ്യോ ചേട്ടന് വേറെ പണിയൊന്നുമില്ല. ചേട്ടൻ വന്ന് പരതും മാവിന്റെ അകത്ത് കല്ലുണ്ടാന്ന്. ഞാൻ രാവിലെ വന്നിരുന്നു മാവിനകത്ത് ഇങ്ങനെ കല്ല് കാപ്പ. നീ എവിടെ ഉണ്ടാക്കണം മാവ്? മാമ എന്തൊന്നും മാമ ഇതൊക്കെ? ഒരു കല്ലല്ലേ, സമാധാനപ്പെട്. ഒരു കല്ല 2 കല്ല് ഉണ്ടാക്കില്ലേ? എനിക്ക് വേണ്ട ഉണ്ടാക്കിയത്. എനിക്ക് കാണിക്കല്ലേ? വെറുതെ കാണിച്ചല്ലേ തന്നിട്ട് അതാ കഴിക്കണ്ട. അല്ലെങ്കിൽ ഞാൻ ഈ കല്ലും മണ്ണും മറ്റേ പുല്ലും ഒക്കെ ഇട്ടാ ഞാൻ കഴിക്കാൻ പോണോ? എനിക്ക് പിന്നെ പ്രാന്തല്ല. ഇതൊരു കഷ്ടമാണത്. മാമ എന്തോന്ന് മാമ പറയണ ഞാൻ കല്ലും മണ്ണൊക്കെ ഇതിനകത്ത് ഇട്ടേക്കണെന്ന്. കടയിൽ നിന്ന് വാങ്ങിക്കണ മാവല്ലേ? ചിലപ്പോ അങ്ങനെ കാണും. ദാമ്പത്യ ജീവിതത്തിൽ കല്ല് കടിച്ചു. വരട്ട പിങ്കി എന്നാട്ടാ നീ. എനിക്ക് അപ്പോഴേ അറിയാലോ നീ ഇവള് കണ്ണിളക്കി ഇട്ടപ്പോഴേ നമ്മുടെ ദാമ്പത്യ ജീവിതം കൊളാവുന്നു. സമാധാനായ നിനക്ക്? അയ്യോ ഭാര്യയും ഭർത്താവും കൂടെ രാവിലെ കല്യാണം ഉണ്ടാക്കി? അല്ല,
നിനക്ക് എന്ത് ഇതൊക്കെയാണ് എനിക്ക് ഇവര് തമ്മിൽ അടികൂടുന്ന കാണാൻ ഭയങ്കര താല്പര്യമാണ് അല്ലേ? നല്ല താല്പര്യമുണ്ട്. തിന്നോണ്ടേച്ച് പോണേ. അപ്പൊ സൂക്ഷിച്ചില്ല, പല്ലില്ലാത്തയാണ്. ആ ഏതിലായിരിക്കും കല്ല്? അല്ലെങ്കിൽ തന്നെ എന്തോന്നു ഒരു കല്ലല്ലേ കിട്ടിയത്, ബോംബൊന്നും അല്ലല്ലോ. സത്യം പറഞ്ഞ ഒന്നും ഉണ്ടാക്കല്ലേ വീട്ടിൽ. മോളെ നീ എന്ത് മാമ? അതങ്ങ് വിട്ടേള മക്കളെ. ഏത് രാവിലത്തെ പ്രശ്നം അതെങ്ങനെ ശരിയാവും മാമ? ഞാൻ ഇത്രയും കിടന്ന് കഷ്ടപ്പെട്ട് ഓരോന്ന് ഉണ്ടാക്കൊണ്ട് അവിടെ ഒന്ന് വെക്കുമ്പോഴത്തേക്ക് ഒരു കല്ല് കിട്ടിയതിന്റെ പേരിൽ ഇത്രയും ചൂടായ എനിക്കത് വിഷമായി. എന്റെ പൊന്നു മക്കളെ നോക്ക്, അവന് വിശന്നാ കണ്ണു കണ്ടുകൂടാ, പോത്തിന്റെ സ്വഭാവമാണ്. പിന്നെ ആര് എന്ത് പറഞ്ഞ ഏത് പറഞ്ഞ ഒന്നും അവൻ അറിഞ്ഞുകൂടാ. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ മാമ, ഈ ദേഷ്യം വിശപ്പൊക്കെ ചേട്ടന് മാത്രമേ ഉള്ള? അല്ല, എല്ലാവർക്കും ഉണ്ട്. പിന്നെ എന്തോന്നു മാമ, അത് ബോംബൊന്നുമല്ലല്ലോ, ഒരു കല്ലല്ലേ? എന്റെ പൊന്നു മക്കളെ, നിനക്കറിയാൻ അവന്റെ സ്വഭാവം. നമ്മ രണ്ടൊരു മുഖത്തോട് നോക്കിയാൽ കീരിയും പാമ്പുമാണ്. അത് എനിക്ക് മോളത്തല്ലേ വന്നു പറയാൻ പറ്റുള്ളൂ. രാവിലെ വല്ലതും കഴിച്ചില്ലല്ലേ? ഇല്ല. ഒരു കാര്യം ചെയ്യും, രണ്ടുപേരും കൂടെ എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ നോക്കി. നമ്മൾ രണ്ടുപേരും കൂടെ ആ നന്നായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലും സാധനം ഉണ്ടെങ്കിൽ അതിനടുത്ത് വെച്ച് കഴിക്കി. ശരി ശരി, ഞാൻ പോട്ടാ. ഓ ഇനി പ്രയാസപ്പെട്ടൊന്നും ഇവിടെ ഇരിക്കുകയും ചെയ്യല്ലേ? ഇല്ല ഇല്ല, ഞാൻ പോയി സംസാരിക്കാം. അപ്പം മക്കളെ ഞാൻ പോട്ടല്ലേ? ആ ഇനിയിപ്പോ ഞാൻ ഒന്നോണൊന്നും ഉണ്ടാക്കാൻ ഇത് എപ്പായി വരാനാണ്? ആപ്പിളുണ്ടാ? ഭാഗ്യം. ദേഷ്യാണോ? ആണ്. ഇല്ല, ദേഷ്യമില്ല. ചിരിക്കൊരു പവറില്ലല്ലോ. ഇങ്ങോട്ട് നോക്ക്. സോറി, ഞാൻ ശ്രദ്ധിക്കാം. നീയൊന്നല്ലല്ലോ എന്നത് കല്ലുകൊണ്ട് ഇട്ടത്. എങ്കിലും ഞാൻ ശ്രദ്ധിക്കാം. തൊട്ട് ഞാൻ അത്രയും പറയണ്ടെന്ന് ആലോചിച്ച് ഞാൻ ഇങ്ങനെ ഇരുന്നത്. അത് പോട്ടെ. പല്ല് വേനെടുത്തോണ്ടായിരിക്കും ചിലപ്പോ ദേഷ്യം വന്നു അല്ലേ? രാവിലെ ഒന്നും കഴിച്ചില്ലല്ലോ. ഫസ്റ്റ് ഫുഡ് ബ്രെയിനുള്ള ഫുഡാണ്. ഇത് കഴിക്കൂ. ഞാൻ കഴിക്കാനോ? നീ ബ്രെയിൻ എന്റെ എന്തോന്ന് കഴിച്ചു? ഒന്നും കഴിച്ചില്ല. അപ്പൊ നീ ആദ്യം കഴി. വാങ്ങൂ. രാവിലത്തെ കോട്ടത്തിന് ഞാൻ ഉച്ചക്ക് നികത്തുന്നതായിരിക്കും. എന്ത് പറയുന്നു? മനസ്സിലായില്ലേ? എന്നാ അതാണ് സസ്പെൻസ്. കണ്ടോ, ഉച്ചക്ക് ഒരു കിടിലായിട്ട് റെഡിയാവണം. സസ്പെൻസ്. അപ്പച്ചി നല്ല മണം. വൃത്തിയായിട്ടോളെ. എന്തിനങ്ങനെ പറഞ്ഞ? എന്തിനങ്ങനെ പറഞ്ഞ? ആ മണം ആയോണ്ട്. ആഹാരം ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇങ്ങനെ ഒന്നും പറഞ്ഞോണ്ടെന്ന് അറിഞ്ഞൂടാ പിങ്കി. എന്നിട്ടാണ് അത് കൊളം. എന്തിനിങ്ങനാക്കും? എന്തോന്ന്? നീ നോക്കണ്ട, നീ പോ. അപ്പച്ചി നീ കണ്ണു വെച്ചൊന്നും നിനക്ക് മതിയായില്ലേ? വിശക്കണമെങ്കിൽ അങ്ങോട്ട് കൊണ്ടുവരാം. നിന്റെ കരിങ്കണ്ണി ഇവിടെ ഇളക്കി ഇടാതെ പോ. കണ്ടോ എന്തോ.